അത് കഴിഞ്ഞ് അതിനെപ്പറ്റി അത് ഓർത്ത് ഉണ്ടാകുന്ന കുറെ റിഗ്രറ്റ്സ്, അതെങ്ങനെ അതിന് മറികടക്കാം എന്നുള്ള കാര്യം രവിക്ക് അറിയുന്നില്ലായില്ല. അപ്പോൾ രവി അതിനെ സ്പിരിച്വാലിറ്റി ഇതെല്ലാം കൂടെ ബന്ധപ്പെടുന്നിട്ട് ഇത് തന്നെയാണ് വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്നത്. ഇതിലെ ക്യാരക്ടേഴ്സിനെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും രവിയാണ് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. പക്ഷേ അതിലുപരി അതിന്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്ന കഥ വായിച്ചു തീരുമ്പോഴാണ് നമുക്ക് ഖസാക്ക് എന്ന് പറയുന്ന ഗ്രാമം തന്നെയാണ് അതിന്റെ മെയിൻ ക്യാരക്ടർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. പിന്നെ ഇത് കൊടുത്തിരിക്കുന്ന ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായി നമ്മൾ കണ്ടുകൊണ്ടിട്ടുള്ള കുറെ ആളുകളെ നമുക്ക് അതിനോട് ബന്ധപ്പെടാം. അതിലൊരു ക്യാരക്ടറാണ് അളാമിശമില്ലാത്ത എന്ന് പറയുന്ന ക്യാരക്ടർ. അദ്ദേഹത്തിന് വൈദ്യുതിയുടെ ക്യാരക്ടറും അദ്ദേഹത്തിന്റെ ഓരോ കാഴ്ചപ്പാടുകളെ നമുക്ക് ആ ബുക്കിലൂടെ നമുക്ക് കാണാൻ പറ്റും.